ചുമ്മാതെ കയറി ഇന്നസെന്റ് ആയിട്ട് ഉള്ള ആളുകളെ, വെറും യാതൊരു കുറ്റം ചെയ്യാത്തവരെ ചുമ്മാതെ കൊല്ലുക, വെറുതെ കൊല്ലുക, മൃഗങ്ങൾ പോലും ചെയ്യാത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, അങ്ങനെ കാലമുണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചു. വഴിയെ നടക്കാനൊക്കാതെ ഉള്ള സ്ഥിതി ഉണ്ടാവും എന്ന് അതൊന്നും എഴുതിയപ്പോൾ പൗലോസ് അതൊന്നും ഭാവനയിൽ പോലും കണ്ടതല്ല. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ഞാനൊരു ചോദ്യം ചോദിക്കാനാണ് ഇത്രയും പറഞ്ഞു വന്നത്. മനുഷ്യൻ ബുദ്ധിമാനാണല്ലോ. ബുദ്ധിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ദോഷത്തിൽ നിന്ന് അകന്നു മാറുക. എന്നാൽ അതെന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ ബുദ്ധി ഒന്ന് വേറെ, ഈ ധാർമ്മിക അധപ്പതനത്തിന് കാരണം വേറൊന്ന്. മനുഷ്യന്റെ ശരീരത്തെ പറ്റി മനുഷ്യൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, വളരെ അധികം. അവന്റെ അനാറ്റോമി നല്ലവണ്ണം മനുഷ്യൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ജീൻസ്, അമിനോ ആസിഡ്, ഇതെല്ലാം എന്താണ് ഏതാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചു വരികയാണ്. ഇത്രയും പഠിച്ചിട്ട് എവിടാണ് ഈ പാപത്തിന്റെ ഈ തെറ്റിലേക്കുള്ള പോക്ക്, ആ പ്രവണത സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചോ? ഇല്ല. അപ്പോൾ ഈ ദോഷം ചെയ്യാനുള്ള പ്രവണത സ്ഥിതി ചെയ്യുന്നത് വേറൊരു ഭാഗത്താണ് എന്നാണ് എൻ്റെ അർത്ഥം. ഫിസിക്കലായിട്ട് അതിനെ കണ്ടുപിടിക്കാൻ ഒക്കുകയല്ല. അത് ആത്മാവിലുണ്ടായ ഒരു പരുക്കാണ്. അതിന് പാപമെന്ന് പറയും. ഇത് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പാപം അത് ആത്മാവിനുണ്ടായ ഒരു കേടാണ്. ഷേക്സ്പിയർ പറഞ്ഞു മനുഷ്യൻ ഒരു ദൈവം പോലെയാണ്. അതെ, ആയിരുന്നു. അവനെ ഏതാണ്ട് അതുപോലെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ എന്തു പറ്റി? അവന്റെ ദൈവമഹത്വം അവൻ നഷ്ടപ്പെടുത്തി. വിശുദ്ധ വേദോസം പറയുന്നു, അതുകൊണ്ട് സകല മനുഷ്യരും പാപികളായി, അതായത് പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, ദൈവമഹത്വം ഇല്ലാത്തവരായി തീർന്നു, പാപം പ്രവേശിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാരണം പ്രസംഗിക്കാനുള്ള ആള് ഇനി വരുന്നതേ ഉള്ളൂ. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ജോലി മാത്രമാണ് എനിക്കുള്ളത്. ആ ആളിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അതെ, പാപത്തിനൊരു ഭവിഷ്യത്തുണ്ട്. പാപം എന്താണ്? അതിന്റെ ഭവിഷ്യത്ത് എന്താണ്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം. ആ സുവിശേഷം ആണ് എൻ്റെ പ്രിയ സഹോദരൻ എനിക്ക് പിന്നാലെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രദ്ധ വെച്ച് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം, ഈ സമ്മേളനം, ഈ മ്യൂസിക് ഫെസ്റ്റ്, മൂന്നാമത്തെ മ്യൂസിക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആകാശവും ഭൂമിയും ഉതിർന്നു പോയാലും അചഞ്ചലമായ ദൈവവചനത്തിന്റെ ആഴത്തിലുള്ള സത്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് വചന കേൾവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി CA ജോർജ് സാർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗ്ഗപിതാവാൻ ദൈവമേ, ഈ അതിമനോഹരമായ സഹായന വേളയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിച്ചതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തികളായും കുടുംബങ്ങളായും സഭകളായും ഇതിന്റെ അനുഗ്രഹത്തിനു വേണ്ടി അങ്ങയോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് തക്ക സമയത്ത് യാതൊരു തടസ്സവും കൂടാതെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മീറ്റിംഗിന്റെ ആരംഭം കുറിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റ്
മൂന്നാം തവണയും ഈ ഗ്രൗണ്ടിൽ ഈ നിലയിൽ നടത്തുവാൻ അവിടുന്ന് ഇടയാക്കിയതിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ്, പാപികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, പാപികൾക്ക് വീണ്ടെടുപ്പും രക്ഷയും കൊടുക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ മധ്യേ ഉള്ളതിനെ ഓർത്ത് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യബോധം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാനും അവിടുത്തെ വചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല അന്തരീക്ഷത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വചനം സംസാരിക്കുവാൻ കടന്നു വന്ന അവിടുത്തെ ദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമായ സ്വർഗീയ ആഹാരം നൽകി കൊടുക്കുവാൻ നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, പാപികളുടെ രക്ഷകനെ ഉയർത്തുവാൻ, പാപികളെ രക്ഷിക്കുന്ന, നിത്യജീവൻ കൊടുക്കുന്ന, ശുദ്ധീകരിക്കുന്ന, വീണ്ടെടുക്കുന്ന ആ അരുമനാഥനെ ഉയർത്തുവാനും കാൽവരിയിൽ പ്രദർശിപ്പിച്ച ദിവ്യ സ്നേഹം എല്ലാവരും കാണുവാനും ഗ്രഹിക്കുവാനും ഇന്നത്തെ വചന ശുശ്രൂഷ മുഖാന്തരം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ. കൂടി വന്ന് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുവാനിടയാക്കണമേ. അവിടുത്തെ നാമം സർവോപരി മഹത്വപ്പെടുത്തണമേ. എല്ലാ ആമേൻ. കേരളത്തിനകത്തും പുറത്തും വിവിധ ലോകരാഷ്ട്രങ്ങളിൽ ഒട്ടേറെ കൺവെൻഷൻ വേദികളെ ചലനം കൊള്ളിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതനായ ഒരു വചന പ്രഘോഷകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വളരെ തെളിമയോടെ, ലാളിത്യത്തോടെ, അപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ഗൗരവവും ഗാംഭീര്യവും ഒട്ടും ചോരാതെ നമുക്ക് നമ്മോടൊപ്പം പങ്കുവെക്കുവാൻ വേണ്ടി ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനായ സുവിശേഷൻ പി ജി ജെയിംസ്. അദ്ദേഹം പത്തനംതിട്ട സ്വദേശി കാര്യമാണ്, മുറ്റത്തെ മുല്ലയാണ് എന്ന ചുരുക്കം. വളരെ സ്നേഹത്തോടെ, ആദരവോടെ ദൈവ തിരുവചനം പങ്കുവെക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഈ അവസരം ഈ വേദിയിലേക്ക് ക്ഷണിക്കും. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർക്കും പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മാന്യ സഹോദരൻ ജോർജ് കോശി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ വേദ അധ്യാപകനായ ബഹുമാനപ്പെട്ട കെ ഫിലിപ്പ് സാർ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ, എൻ്റെ കൂട്ടു സഹോദരന്മാർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, പത്തനംതിട്ടയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ വന്നിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ സ്നേഹിതർ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുവാനും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വലിയൊരു വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനും എനിക്ക് ലഭ്യമായ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയും എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുന്നു. യോഗസംഘാടകരായ ബഹുമാന്യ സഹോദരന്മാരോട്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും ചുറ്റുപാടുകളുമുള്ള ബ്രദറൻ സഭകളോട് എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ അനേക ദിനരാത്രങ്ങൾ ഇതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാരും മധ്യവയസ്കരുമായ എൻ്റെ കൂട്ടു സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
നിങ്ങളോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ ദൈവവചന ഘോഷണം നടത്തുവാൻ എനിക്ക് ലഭ്യമായ ഈ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ച ആലോചനയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. നാം ഈ വായിച്ച വേദഭാഗം ദൈവം നമുക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. നാം ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ടതുപോലെ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മകുടമാണ് മനുഷ്യൻ. ആ മനുഷ്യന് ദൈവം എന്തെല്ലാം നന്മകൾ അനുദിനം ദാനം ചെയ്യുന്നു. അവനെ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവമാണ്. ആയുസ്സും ആരോഗ്യവും നൽകുന്നത് ദൈവമാണ്. കഴിക്കുവാൻ ആഹാരവും കുടിക്കുവാൻ വെള്ളവും ശ്വസിക്കുവാൻ ശുദ്ധവായുവും, അങ്ങനെ അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും നൽകുന്നത് വലിയവനായ ദൈവമാണ്. ദൈവത്തിന്റെ കരുതലുകളും ദൈവത്തിന്റെ നന്മയും അനുനിമിഷം അനുഭവിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിക്കുകയാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മാനവജാതിക്ക് എല്ലാ നന്മകളും തക്ക സമയങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും ദൈവം തന്റെ സൃഷ്ടികളിൽ മകുടമായ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അവന്റെ ആത്മരക്ഷ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ അഥവാ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒരുപറ്റം ജനത്തോട് ഉറക്കെ ചോദിച്ചത്. ഒരു മനുഷ്യൻ ലോകത്തിലുള്ള എല്ലാം നേടിയാലും അവന്റെ ആത്മാവിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു കരുതൽ നടത്താതെ പോയാൽ, അവന്റെ ആത്മാവിന്റെ അനന്തതയെക്കുറിച്ച് അവൻ ചിന്തിക്കാതെ പോയാൽ അവന്റെ ജീവിതം കേവലം വട്ടപൂജ്യമാണ് എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓർപ്പിക്കുകയാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം വാളെടുത്ത് പടപൊരുതി രക്തം ചിന്തി വിപ്ലവ വീരേതിഹാസം മുഴക്കിയ മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മഹാസമുദ്രത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് തന്റെ കരങ്ങൾ ഉയർത്തി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കുമായിരുന്നു. അത്രമാത്രം നേട്ടങ്ങൾ കൊയ്തെടുത്തിയ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അനുയായികളോട് പറഞ്ഞു: നിങ്ങൾ എന്റെ ശവശരീരം പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്റെ ശവപ്പെട്ടിയുടെ 2 വശങ്ങളിലും ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കണം. അതുവഴി എന്റെ കരങ്ങൾ രണ്ടും വെളിയിലേക്ക് മലർത്തിയിടണം. തന്റെ യൗവനത്തിൽ തന്നെ ലോകത്തോട് യാത്ര പറഞ്ഞ അലക്സാണ്ടറോട് അനുയായികൾ ഇങ്ങനെ ചോദിച്ചു: പ്രഭു, അങ്ങ് ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറഞ്ഞു: ഈ കരങ്ങൾ കൊണ്ട് നേടിയെടുക്കാത്ത ചക്രവാളങ്ങളില്ല, ഈ കരത്തിൽ ഒതുങ്ങിയ വാളുകൊണ്ട് വെട്ടിപ്പിടിക്കാത്ത ഒരു ശക്തിയുമില്ല. ഈ കരങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അനന്തര സാധാരണമാണ്. പക്ഷെ അലക്സാണ്ടർ പോകുമ്പോൾ ഈ കൈകളിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോട് പോകുന്നു. ഈ വസ്തുത എന്റെ പ്രജകൾ അറിയട്ടെ, ഈ വസ്തുത ഈ ലോകം അറിയട്ടെ, ഈ വസ്തുത ഈ വിശ്വം അറിയട്ടെ, അതിനുവേണ്ടിയാണ് എന്റെ കരങ്ങൾ വെളിയിലേക്ക് മലർത്തിയിടേണ്ടത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞൊരു ദൃഷ്ടാന്തം ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോകുകയാണ്. ഒരു മനുഷ്യൻ തന്റെ കളപ്പുരകളെല്ലാം ധാന്യം കൊണ്ട് നിറച്ചു വെച്ചു. എന്നിട്ട് അതിലേക്ക് തന്നെ നോക്കി തന്നോട് തന്നെ പറയുകയാണ്: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഏറിയ നാളത്തേക്കുള്ള വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചുവല്ലോ. പക്ഷെ ദൈവം ആ മനുഷ്യനെ മുഖത്തു നോക്കി വിളിച്ചത് മൂഢ എന്നാണ്. ഓ ഫൂൾ, വിഡ്ഢി എന്നാണ് വിളിച്ചത്. ഇന്നു രാത്രി നിന്റെ പ്രാണന് നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നുള്ള ആഴമേറിയ ചോദ്യം ദൈവം അവിടെ ചോദിക്കുകയാണ്. മരിക്കുവാൻ വേണ്ടിയല്ല അവൻ ഈ കാര്യങ്ങൾ ചെയ്തത്, സുഖലോലുവനായി ജീവിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ കർത്താവിന്റെ ചോദ്യം: ഇന്നു രാത്രി നീ മരിച്ചാൽ, മരണമെന്നുള്ളത് ആർക്കും ആഗ്രഹമില്ലാത്ത കാര്യമാണെങ്കിലും ഒരു ദിവസം മരണം മനുഷ്യനെ തേടിയെത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും അത് മുഴുവനും ഇട്ടേ